കളിക്കാൻ 2 ദിവസമായി ഭയങ്കര വിശപ്പുണ്ട്. കൊടുങ്ക ഭയങ്കര വിശപ്പായില്ലേ? ഭയങ്കര വിശപ്പായി. മൊബൈൽ ഫോൺ ഗൂഗിൾ ചെയ്യാനോ? ഗൂഗിൾ ചെയ്യേ എന്റെ അമ്മച്ചി. ആള് ഭയങ്കര മാർക്കറ്റിംഗ്. ഞാൻ എന്റെ വലിയ പുലിയാണല്ലോ മാർക്കറ്റിംഗ്. എന്റെ അമ്മച്ചി നമസ്തേ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളെ ജോലി തരട്ടെ നമ്മുടെ കമ്പനിയില്. എന്തിനാ നിങ്ങൾ നല്ല കഴിവുള്ള മനുഷ്യനാ, ജോലി ചെയ്യാം. നോക്കണോ? ജോലി വേണ്ട. കാലം പോയപ്പോ ഗൂഗിൾ പേ ചെയ്താൽ മതി. അതല്ല, ഇന്ന് തൊഴിലാളി ദിനം പ്രമാണിച്ചിട്ട് ഒരു ജോലി കൊടുത്തതിനുള്ള പണി കിട്ടിയെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ആദ്യം കാണിച്ചതുപോലെ നമ്മൾ ബോച്ചയുടെ അടുക്കലേക്ക് യാചകർ വരുന്നത്, ഫോൺ പേ ഗൂഗിൾ പേ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണിച്ചതാണ്. അത് കൊണ്ട് അതിൻ്റെ ഉദാഹരണം വെച്ചും കൊണ്ട് അതിനെ കാണിച്ച് നമ്മൾ പറഞ്ഞത് ഗൂഗിൾ പേ ഫോൺ പേ ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ആ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ അണഞ്ഞ് ഒരുങ്ങി ഇരുന്ന് ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ പള്ളി ജോലി ചെയ്യുന്നവരല്ല, വെറും ഒരു വീട്ടിൽ ചെയ്യുന്ന അവരുടെ ഒരു മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ പണമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, പണം ജീവിക്കാൻ വേണ്ടി മാത്രമല്ല. ഇവർക്ക് നല്ല അന്തസ്സോടുകൂടെ വല്ലാത്ത ഒരു 10-25 വർഷം നല്ല കഷ്ടപ്പെട്ട് ബിസിനസ്സാക്കിയവൻ്റെ അത്ര ആ വിധത്തിൽ അവർക്ക് പെട്ടെന്ന് 1 മാസം 2 മാസം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ നല്ല അന്തസ്സും അഭിമാനം കിട്ടണം. അതിനു വേണ്ടി എന്തും ചെയ്യും ഇവർ. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ 2-3 ദിവസത്തിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞത്. യാചനയുടെ ഒരു സീൻ കാണിച്ച്, ബോച്ചയുടെ യാചനയുടെ സീനും. ബോച്ച യാചിച്ചതല്ല, ബോച്ചയുടെ അടുക്കലേക്ക് യാചിക്കാൻ വന്നത്. ബോച്ച യാചിച്ചത് റഹീമിന് വേണ്ടി 34 കോടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ബോച്ച നല്ല ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതാണ് യാചിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യ കാര്യത്തിനാണെങ്കിൽ യാചിക്കാം എന്നല്ലാതെ ദിവസം നമ്മളൊരു കോഴി കൊണ്ടുവരാനും അരി കൊണ്ടുവരാനും വീട്ടിൻ്റെ സാധനം കൊണ്ടുവരാനും വേണ്ടി യാചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ഇരുന്നും കൊണ്ട് ഗൂഗിൾ പേ നമ്പർ ഇട്ട് യാചിക്കുന്നതാണ്. ഓൺലൈൻ യാചന, ഫാഷൻ യാചന. അതാണ്. അത് ചെയ്യാതെ നിങ്ങൾ നല്ല പോലെ ജോലി ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ജോലി ചെയ്യണം. അതല്ലെങ്കിൽ ഇതുവരെ യാചിച്ച് കിട്ടിയ പണത്തിൽ ശേഖരിച്ച് അതിൽ ഒരു ബിസിനസ് തുടങ്ങണം. ബിസിനസ് തുടങ്ങാൻ ഒരുപാട് ബിസിനസ് ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മൊബൈലിൽ തന്നെ യൂട്യൂബിൽ കാണാം എന്തെല്ലാം ബിസിനസ് ഉണ്ട്. നിങ്ങളെ ഷർട്ടിൽ, നിങ്ങളുടെ ഡ്രസ്സിൽ പോലും പൊടിയാകാത്ത രീതിയിലുള്ള ബിസിനസ് പോലും ഉണ്ട്. പക്ഷെ പണം ഇറക്കിയാൽ മതി. അതുപോലെ ഇവിടെ ബാംഗ്ലൂർ പോലെയുള്ള നല്ല സിറ്റികളിൽ വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1000 സ്ക്വയർ ഫീറ്റോ 500 സ്ക്വയർ ഫീറ്റോ 1000 സ്ക്വയർ ഫീറ്റോ എടുത്ത് ഒരു 1-2 ബോർവെൽ അടുപ്പിച്ച് അതിൽ വെള്ളം കിട്ടിയാൽ ആ വെള്ളത്തിന് ടാങ്കറിലോ അതല്ലെങ്കിൽ 20 ലിറ്ററിൻ്റെ ക്യാനിലോ അതല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ വെള്ളം വിൽക്കാം. വെള്ളത്തിൻ്റെ കച്ചവടം നല്ല കച്ചവടമാണ്, നല്ല ലാഭമുള്ള കച്ചവടമാണ്. നോസില്ലാത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകും. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ കറങ്ങി ക്യാപ്പ് മുറുക്കുന്ന ഭാഗത്തേക്ക് പോകുന്നു. ക്യാപ്പ് മുറുക്കുന്നു. അവിടെ നമ്മൾ വേറൊരു ഭാഗമുണ്ട്, നമ്മുടെ സെക്ഷൻ ഉണ്ട്, നമ്മൾ കുപ്പി ക്യാപ്പ് ഇട്ട് കൊടുക്കുന്ന ഭാഗം. അവിടെ നമ്മൾ ക്യാപ്പ് ഇട്ടിട്ട് ക്യാപ്പ് എലിവേറ്റർ എന്ന് പറയും. നമ്മൾ അതിനകത്തോടെ കയറി ക്യാപ്പ് വരുന്നു. ക്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇത് വെച്ച് ചക്കുണ്ട്, ആ ചക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കുപ്പി ഓസോണും
അല്ല ഫില്ല് മിക്സിങ്ങാണ് വെള്ളം. അത് നമ്മൾ കയറി ക്യാപ്പ് ടൈറ്റ് ചെയ്ത് കൺവെയർ വഴി ഹാർഡ് ഫീഡ് കൺവെയർ വഴി നമ്മൾ കുപ്പി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫില്ലിങ് റൂമിൽ നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ ഇനി നമ്മൾ കിടക്കുന്നത് പാക്കിങ്ങിലേക്കാണ്. നമ്മൾ പാക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് സ്റ്റാഫുണ്ട് അതിൻ്റെ അടുത്ത്. ഒരാൾ കുപ്പി ബോട്ടിൽ എടുത്തു വെക്കാനും മറ്റൊരാൾ അത് പാക്ക് ചെയ്യാനായിട്ട് അടുത്തൊരാൾ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളവിടെ 12 എണ്ണം വെച്ചാൽ നമ്മൾ ഒരു കേസ് 1 ലിറ്ററിൻ്റെ 12 എണ്ണമാണ്. അപ്പോൾ അത് പാക്ക് ചെയ്യാനായിട്ട് 12 എണ്ണം വെച്ച് നമ്മൾ പാക്കിംഗ് മെഷീൻ വെക്കുന്നു. അവിടെ നിന്ന് നമ്മൾ പാക്ക് ചെയ്ത് പുറത്തേക്ക് വരുന്നു. അതിനകത്ത് ഈ പ്ലാസ്റ്റിക് ഈ കേസാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോസസ്സിങ് ഉണ്ട്. അതിനകത്ത് നമ്മളൊരു ഹീറ്റിംഗ് ടണലുണ്ട്. ആ ടണൽ വഴി നമ്മൾ അതിനകത്തേക്ക് കയറി 12 എണ്ണം ഒരുമിച്ച് പ്ലാസ്റ്റിക് ഹീറ്റായി നമ്മൾ പുറത്തേക്ക് ആകും. പുറത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് നേരെ പ്രോപ്പർ സ്റ്റാക്കിങ് നമ്മളവിടെ സ്റ്റാക്ക് ചെയ്തു. നമ്മളവിടെ അടുക്കി 10 അട്ടിയായിട്ട് വെച്ച് അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ രീതി. നമ്മൾ അവിടെ നിന്ന് വെച്ചാൽ പിന്നെ അത് നേരെ നമ്മൾ രാവിലെ റൂട്ട് പോകുന്ന നമ്മൾ വന്നെടുക്കുന്നവർക്കും നമ്മൾ അവിടുന്ന് വണ്ടിയെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ലാബ് നമുക്ക് 2 ലാബുണ്ട്. മൈക്രോളജി പിന്നെ കെമിസ്ട്രി ഉണ്ട്. അതിനകത്ത് നമ്മൾ അതിൻ്റെ വെള്ളം ശുദ്ധീകരണം പിന്നെ അതിൻ്റെ വെള്ളത്തിൻ്റെ pH ലെവൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി 2 ലാബുകളുണ്ട്. ആ 2 സ്റ്റാഫ് നമുക്കുണ്ട്. അപ്പോൾ ഇപ്പം അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഈ പ്യൂരിഫിക്കേഷനൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കിടക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ നിരന്തരം നിങ്ങൾ ഇപ്പോൾ യാചിക്കാൻ തുടങ്ങിയിട്ട് ഇനി അവസാനം വരെ മരിക്കുന്നത് വരെ യാചിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ഒരു കാര്യവുമില്ല. യാചനയുടെ ആ പണത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ്. അത് നിർത്താൻ വേണ്ടിയാണ് ഇത്രയും കർശനമായി ഞാൻ പറയുന്നത്. ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. ഒന്നും എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ദീനിൻ്റെ കാര്യമായിട്ട് ദീനിൻ്റെ പേരിൽ നിങ്ങൾക്ക് കൈപ്പറ്റാനുള്ള കാശ് അത് മദ്രസ, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മദ്രസ എടുക്കുകയോ ക്ലാസ് എടുക്കുകയോ അതെല്ലാം പള്ളി ജോലിയോ ഇമാമത്ത് നിൽക്കുകയോ ഇതുപോലുള്ള ഒരുപാട് ഒരു 5 8 രീതിയിലുള്ള ജോലി ദീനിപരമായിട്ടുള്ളത് അത്ര തന്നെ ഉള്ളത്, അത്ര മാത്രമാണുള്ളത്. പള്ളി ക്ലീൻ ചെയ്യൽ, ബാങ്ക് കൊടുക്കൽ, മദ്രസ എടുക്കൽ, ദർസ് പഠിപ്പിക്കൽ, വലിയ കുട്ടികൾക്ക് പഠിപ്പിക്കൽ, അതാണ് ദർസ്. അതുപോലെ കോളേജിൽ പ്രിൻസിപ്പാളോ ലെക്ചറോ അതെന്തെങ്കിലും ആവൽ. അതുപോലെ പള്ളിയിൽ ഖുതുബ ഓതൽ, ഖത്തീബായി, ഇങ്ങനെയുള്ള കാര്യത്തിൽ അവിടുന്ന് കിട്ടുന്ന പണം, അവിടുന്ന് കിട്ടുന്ന ഒരു ശമ്പളം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാനുള്ള അധികാരം അവകാശം ഉള്ളത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതം ശരിയാകുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഭാഗം അവിടെ ഇരിക്കട്ടെ. യാചിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ ചെയ്തോളൂ, ചെയ്യലാണ് നല്ലത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർ, പള്ളിയിൽ മദ്രസയിൽ ഇതുപോലെയുള്ള എല്ലാ കാര്യം ഈ ശമ്പളത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഉസ്താദന്മാർ, അവർക്ക് വേറെ ഒരു വരുമാന മാർഗവുമില്ലാത്ത ഉസ്താദന്മാർ യാചിക്കാൻ പോകേണ്ട അവസ്ഥ വന്നാൽ അതിൻ്റെ കഷ്ടവും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ ആഖിറത്തിലുള്ള ശിക്ഷയും എല്ലാം നമുക്കാണ് എന്നാണ് ഞാൻ പറയാനുള്ളത്. ഒരു ഉസ്താദിൻ്റെ വീട്ടിൽ കല്യാണം, അതല്ലെങ്കിൽ ആ ഉസ്താദിന് വീടില്ല, അതല്ലെങ്കിൽ ആ ഉസ്താദിൻ്റെ മക്കൾക്ക് പഠിത്തം, ഇതിനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കാതെ ഉസ്താദ് ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു പേപ്പർ എടുത്തും കൊണ്ട് സീല് ഒട്ടിച്ച് അവിടുത്തെ സെക്രട്ടറി ഒപ്പിട്ട് കൊടുത്ത്, അതുപോലെ അദ്ദേഹത്തിന് സ്വന്തം ജമാഅത്തിലും അവിടുത്തെ ലെറ്ററും എടുത്ത് അദ്ദേഹം അലഞ്ഞു തിരിയേണ്ടി വന്നാൽ അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ഉസ്താദിനെ നിയമിക്കുമ്പോൾ 1 2 ഉസ്താദന്മാരുണ്ടാകാം, മിനിമം 50 വീടെങ്കിലും ഉണ്ടാകാം. ചെറിയ ജമാഅത്താണ് ഞാൻ പറയുന്നത്. പിന്നെ 100 200 300 വീടുകളുള്ള ജമാഅത്ത് മെമ്പർമാരുള്ള അവിടെ ഉസ്താദന്മാരും കൂടുതലുണ്ടാകും. അപ്പോൾ അത്ര ഉസ്താദന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ടാക്കുന്നത്. ഓരോ ജമാഅത്തിലുള്ള മെമ്പർമാർക്കും അവിടുത്തെ ചുമതല ഉള്ള കമ്മിറ്റിക്കാർക്കും അതുപോലെയുള്ള മൊത്തം ജമാഅത്തുകാർക്കും ഉള്ളതാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. കാരണം ഈ ഉസ്താദിൻ്റെ മക്കൾക്ക് പഠിപ്പിക്കാൻ കഴിവില്ലാത്ത മക്കൾ പഠിച്ചില്ലെങ്കിൽ, അതുപോലെ ഈ ഉസ്താദിൻ്റെ
മക്കൾക്ക് കല്യാണം ആ സമയത്ത് കഴിപ്പിച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതല്ലെങ്കിൽ ആ ഉസ്താദിന് നല്ലൊരു വീട് ഇല്ലെങ്കിൽ നമ്മളാണ് പരാജയപ്പെടുന്നത്. ഉസ്താദ് പരാജയപ്പെടുന്നതല്ല. ഉസ്താദ് എവിടെയെങ്കിലും പോയി 10 പള്ളിയിൽ സംസാരിച്ച് ഉസ്താദ് അതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ അദ്ദേഹം പൂർത്തീകരിച്ച് അതിൻ്റെ കാര്യം എല്ലാം കഴിയും. എങ്കിലും പുറത്തു പോകാൻ വേണ്ടി ഉസ്താദ് അവിടെ പോയാൽ, യാചിക്കാൻ പോയാൽ അതിൻ്റെ ശിക്ഷ നമുക്കാണ്. അള്ളാഹു തരുന്നതായിരിക്കുന്ന ബർക്കത്ത് നമുക്കുണ്ടാവുകയില്ല. നമ്മൾ വീട് കെട്ടുമ്പോൾ നല്ല ടൈൽസ് ആയിരിക്കണം വീട്ടിലേക്ക്, അതുപോലെ നല്ല ടൈൽസ് ആയിരിക്കണം നമ്മുടെ ബാത്റൂമിലേക്ക്. ഇതെല്ലാം നോക്കാൻ നമുക്ക് അറിയുമെങ്കിൽ നമ്മുടെ ഉസ്താദിനും അതുപോലെയുള്ള നല്ലൊരു വീട് വേണം, ഉസ്താദിന് എല്ലാ കാര്യങ്ങളും വേണം. നമ്മുടെ മക്കൾക്ക് റീചാർജ് ചെയ്യാൻ 100-200 ദിവസം കൊടുക്കുന്നത്, അതുപോലെയുള്ള ഭക്ഷണം പുറത്തുപോയി കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉസ്താദിൻ്റെ കാര്യം, അവിടെ ശമ്പളമല്ലാത്ത എക്സ്ട്രാ അവർക്ക് വരുന്ന ചിലവ്, ആ ശമ്പളത്തിൽ അവരുടെ ജീവിതം മാത്രമാണ് ജസ്റ്റ് ജീവിതം പോകുന്നത്. അതുപോലെ ഉസ്താദന്മാർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അത് നല്ല ഭക്ഷണം കൊടുക്കുന്നു, അതൊന്നും ഓക്കെയാണ്. എവിടെ പോയാലും ഉസ്താദന്മാർക്ക് നല്ല ഭക്ഷണമാണ്. ഭക്ഷണം ഉസ്താദ് ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല അടിപൊളി കഴിച്ചാൽ മതിയോ? ഉസ്താദിൻ്റെ കുടുംബം നല്ല രീതിയിൽ വേണ്ടേ? ഉസ്താദിൻ്റെ കുടുംബത്തിന് ഏത് രീതിയിലാണ് ഉസ്താദ് നോക്കേണ്ടത്? ഈ ശമ്പളം തികയുന്നില്ല. അതുകൊണ്ട് ഈ ശമ്പളത്തിൽ ഉസ്താദ് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ഉസ്താദിൻ്റെ എക്സ്ട്രാ ചിലവുണ്ടല്ലോ, ഉസ്താദിൻ്റെ മക്കളുടെ ഭാവി, മക്കളുടെ പഠിത്തം, മക്കളുടെ കല്യാണം, അതുപോലെ ഉസ്താദിന് വീടില്ലെങ്കിൽ വീട്, ഇതിന് നമ്മുടെ ജമാഅത്തിൽ ജോലി ചെയ്യുന്ന ഉസ്താദ് എവിടെയും പുറത്തു പോകാത്ത രീതിയിൽ നമ്മൾ 50 വീടാണെങ്കിൽ 50 വീട്ടുകാരും ശ്രമിച്ച് ഓരോ ₹1,00,000 ഇട്ടിട്ടാണെങ്കിലും അതിന് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഓരോ ലക്ഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു പ്രാവശ്യമാണ്. നമുക്കാണെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യത്തിന് 25-50 ലക്ഷം കട മേടിച്ചിട്ടാണെങ്കിലും ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അതുപോലെ നമ്മുടെ കല്യാണത്തിനോ രാവിലെ തന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി വരുന്ന ആൾ ഷൂട്ടിംഗ് എടുക്കാനും, ഇതെല്ലാം കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഉസ്താദിൻ്റെ കാര്യത്തിൽ നോക്കാറേയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോക്കണം, ശ്രദ്ധിക്കണം, അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം. അവർ നമ്മളെപ്പോലെ നല്ല അഭിമാനത്തോടു കൂടി കഴിയണം. എവിടെയും പുറത്തു പോയി അവർ യാചിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കാര്യത്തിൽ ഇനിയും ഒരു പ്രാവശ്യം സംസാരിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.